പ്രിയാനുരാഗം അവസാന ഭാഗം. രചന അർച്ചന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പിറ്റേന്ന് എല്ലാവരെക്കാളും നേരത്തെ രണ്ടു എണീറ്റു. രാവിലെ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴാണ് രണ്ടിനെയും കണ്ണ് കലങ്ങി കിടക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. എന്തു പറ്റി? രണ്ടെണ്ണത്തിനെയും കണ്ണ് കലങ്ങി കിടക്കുന്നുണ്ടല്ലോ, സുഭദ്ര ചോദിച്ചു. ഓ, എന്നാ പറ്റാണ്, ഇന്നലെ ശരിക്കും അങ്ങ് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കാർത്തി ഒരു കോട്ടുമായിട്ട് കൂടെ അനുവും അത് കേട്ട് എല്ലാവരും കൂടി നാക്കി ചുമച്ചു. അനുവും കാർത്തി ഇവർക്ക് ഇത് എന്തു പറ്റിയെന്ന രീതിയിൽ അവരെ നോക്കി. വൈകിട്ട് പിള്ളേരില്ലാത്ത നേരം നോക്കി വീട്ടുകാരെല്ലാവരും ഒത്തുകൂടി. അതെ, രണ്ടിന്റെയും കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം അറിയണം. അവരുടെ അച്ഛന്മാരുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത്. ഞങ്ങൾക്കൊരു എതിർപ്പില്ല, പക്ഷെ പിള്ളേര് സമ്മതിക്കണ്ടേ, രാജൻ പറഞ്ഞു. അത് ശരിയാ, അവര് തമ്മിലൊന്നുമില്ലെന്ന് അവര് തന്നെ പറയുന്നു. പിന്നെങ്ങനെയാ? മുകുന്ദനും ശങ്കരനും അഭിപ്രായം പറഞ്ഞു. എനിക്കറിയില്ല, എന്നാലും എനിക്ക് മരുമോളായിട്ട് അനുവിനെ മാത്രം മതി, മുത്തശ്ശി തറപ്പിച്ച് പറഞ്ഞു. എനിക്കൊരു ബുദ്ധി ഉദിക്കുന്നുണ്ട്. അത് ശരിയായ കാർത്തിക് അനുവിനെ കിട്ടും, ഇല്ലെങ്കിൽ അവരുടെ വഴി, അത്ര തന്നെ. ജാനകി കാര്യം അവതരിപ്പിച്ചു. ഐഡിയ ഒക്കെ കൊള്ളാം, സമയത്തൊന്നും നടന്നില്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പറഞ്ഞുവിടാം എന്ന് പറഞ്ഞ പ്ലാനും കൈമാറി യോഗം പിരിച്ചുവിട്ടു. 2 ദിവസം കഴിഞ്ഞു. അനുവും അച്ഛനും പോവാനായി ഇറങ്ങി. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. കൂടെ കാർത്തിയെയും. ആളവന് വിട്ട് കാറിൽ കയറിയതും കാർത്തിയുടെ നെഞ്ചു കിടന്ന് പടപടാൻ ഇടിക്കാൻ തുടങ്ങി. ഇതെന്താ ഇങ്ങനെ? ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇനി വല്ല അസുഖവും? ഏയ് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ടു. അനുവിന് ഏറെക്കുറെ സ്ഥിതി ഇത് തന്നെയായിരുന്നു. കാറിൽ കയറി പോകുമ്പോഴും മനസ്സ് വെറുതെ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. വണ്ടിയിൽ കയറിയിട്ട് അനക്കൊന്നില്ലാതിരിക്കുന്ന മകളോട് എന്തൊക്കെയോ രാജ്യത്തിന് ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും വെറും മോളിൽ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അവൾ അപ്പോഴും ചിന്തിച്ച് അവൾക്ക് എന്തു പറ്റിയെന്നായിരുന്നു. അവളുടെ മനസ്സിനെ കണിഞ്ഞാണിടാൻ പറ്റാത്ത പോലെ. മുറിയിലേക്ക് തിരിച്ചു വന്ന കാർത്തിക് ഒരു സമാധാനം ഇല്ലായിരുന്നു. തനിക്കിത് എന്തു പറ്റി? ആകെ മൊത്തം വീർപ്പുണ്ടെന്ന പോലെ, മുറിയാകെ നിശബ്ദമായ പോലെ. പുല്ല്, അവളെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ. ഏയ് അതാവില്ല, പിന്നെന്താ ഇങ്ങനെ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കാർത്തി തറയിൽ മുട്ടുമടക്കിയിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ തനിക്കിത് എന്തു പറ്റിയെന്ന ചിന്തയിലായിരുന്നു അനു. അവിടെ കിടന്ന് അടിയുണ്ടാക്കിയുള്ള പണിയും കൊടുത്താണെന്ന് ഞാനാ ഇപ്പൊ ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത്. എനിക്കിത് എന്നാത്തിന്റെ കേടാ, അനു മനസ്സിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു. കാർത്തി, നമുക്ക് അനുവിന്റെ വീട് വരെ ഒന്ന് പോവേണ്ടി വരും കേട്ടോ. അനുവിന്റെ കല്യാണം നിശ്ചയിച്ചു. അവര് പെട്ടെന്ന് തന്നെ കല്യാണം വേണമെന്നാ പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രഭാകരൻ പറഞ്ഞു. കാർത്തി വെറുതെ ഒന്ന് മൂളി. എന്തു പറ്റിയടാ നിനക്ക്? കുറച്ചു ദിവസമായി നോക്കുന്നു, മുമ്പത്തെ പോലൊന്നും അല്ലല്ലോ. അതുവച്ചാ എന്താണെന്ന് അറിയാൻ വയ്യ, വല്ലാത്തൊരു മാനസികാവസ്ഥ. അതൊക്കെ ശരിയാവും, നീ ഇപ്പൊ അനുവിനെ വിളിച്ച് കാര്യം തിരക്ക്. ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ അവൾ നിന്നെ വിളിച്ചു പറഞ്ഞോ? ഇല്ല, ചങ്കായിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നാറി എന്ന് പറഞ്ഞ് കാർത്തി ഫോണെടുത്ത് അവളെ വിളിച്ചു. ഫോൺ എടുത്തപ്പോഴേ അച്ഛനുണ്ടെന്ന് പോലും നോക്കാതെ പൂരത്തെറിയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടും കൂടെ കേട്ടതോടെ സുഖം. അതോടെ കാർത്തി ഉഷാറായി. അച്ഛാ, നാളെ തന്നെ അങ്ങോട്ട് പോകണം. അവളെ കെട്ടാൻ പോകുന്നതിനോട് എനിക്ക് 4 പറയണം. ലോക ഉടായ്പനെ നീ കെട്ടാൻ പോകുന്ന അവനോട് എനിക്ക് പറയണം എന്നും പറഞ്ഞ് കാർത്തി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായി പോയി. വീട്ടിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേ ഒരാലോചനയുടെ മണണിക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ നിർബന്ധകാരൻ അതിന് സമ്മതം മൂളി. കാർത്തി ഒന്നും അറിയിച്ചില്ലെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോഴാ ആ മുതൽ ഇങ്ങോട്ട് വിളിക്കുന്നു. ചാടിക്കയറി ഫോൺ എടുത്തപ്പോൾ ആ പന്നി പൂരത്തെറി തിരിച്ചും കൊടുത്തു. ഇപ്പോഴാ ശ്വാസം നേരെ വീണ്. അടിയുണ്ടാക്കാൻ ചീത്ത വിളിക്കാതെയും കുറച്ച് ദിവസമായി. എന്താ സമാധാനം ഇപ്പോ. കല്യാണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ കാർത്തിയും വീട്ടുകാരും അവിടെ എത്തി. കുടുംബക്കാർ മാത്രമായപ്പോൾ തന്നെ ആ വീട്ടിൽ പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. അതിനിടയിലും കാർത്തിയാനവും പാരപണിയാലും അടികൂടലും മുറക്ക് നടന്നുപോയി. അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് മതി കല്യാണം എന്ന് തീരുമാനിച്ചു. കല്യാണത്തിന്റെ അന്ന് വളരെ സുന്ദരിയായി തന്നെ അനുവിനെ എല്ലാവരും അണിയിച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. കാർത്തി ആദ്യമായി അവളെ സർവാഭരണ വിഭൂഷിതയായി കണ്ടതും കറണ്ടടിച്ച കണക്ക് അവിടെ തന്നെ നിന്നു. കാർത്തിയെ നോക്കിയപ്പോൾ സ്റ്റാച്ചു കണക്ക് നിൽക്കുന്നു. അവന്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ ഇതുവരെ തോന്നാത്ത ഫീലിംഗും. കോപ്പ്, ഡോണ്ട് അനു, നോക്കണ്ട, ഇതൊക്കെ വെറും തോന്നല എന്ന് വിചാരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കിയപ്പോൾ അവനും തന്നെ നോക്കി നിൽക്കുന്നു. കണ്ണുകളിൽ ഇതുവരെ കാണാത്ത തിളക്കവും എന്തോ പിടിച്ചടുപ്പിക്കുന്ന പോലെ. കുട്ടിയെ കതിർ മണ്ഡപത്തിന് ചുറ്റും വലം വെച്ച് മണ്ഡപത്തിൽ വരന് സമീപം ഇരിക്കാൻ പറയാ, പൂജാരി വിളിച്ചു പറഞ്ഞു. വലം വയ്ക്കുമ്പോഴും കാർത്തിയുടെ അനുവിനെയും കണ്ണുകൾ തമ്മിൽ ഉടക്കിയിരുന്നു. നിനക്കിപ്പോ അവളോട് തോന്നുന്നത് എന്താണെന്നറിയോ? ആരോ കാർത്തിയോട് പറയുന്ന പോലെ അവന് തോന്നി. ആരാ അത്? കാർത്തി ചുറ്റിനും നോക്കി ചോദിച്ചു. നിന്റെ തന്ത, ഞാനാണ് നിന്റെ മനസ്സാക്ഷി. ഓഹോ, അല്ല, എന്താ കാര്യം? ഇപ്പോഴും നിനക്ക് അവളോടൊന്നും തോന്നില്ലേ? എന്ത് കുന്തം? മനസ്സാക്ഷിയാണെന്ന് നോക്കില്ല, പുളിച്ചെന്റെ വായിന്ന് കേൾക്കും. ഇതെന്താ മനസ്സാക്ഷിയും ഗുണ്ടായുസം തുടങ്ങിയോ? നീ അവളെയും നോക്ക്, അവിടെ ആ മുഖം, ആ വിടർന്ന കണ്ണുകൾ, ആരെയോ പ്രതീക്ഷിച്ച പോലെ. അതെ, അവളുടെ കണ്ണുകൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെയാ? നിന്റെ കുഞ്ഞമ്മയുടെ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്, വിളിക്കണവളെ. ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ മനസ്സ് മാറ്റിയത് മനസ്സാക്ഷി അവിടെ ഏതെങ്കിലും മൂല കിടന്നോളണം.
എന്ന് പറഞ്ഞ അനുവിനെ തന്നെ നോക്കി നിന്ന് കാർത്തി. കല്യാണ മണ്ഡപത്തിൽ വന്നിട്ട് പ്രേമം തോന്നുന്ന ആദ്യത്തെ ആളാവും ഞാൻ. ഇനി അവനിങ്ങനൊന്നും തോന്നിയില്ലെങ്കിലോ, ചിലപ്പോൾ അത് വെറും തോന്നലാണെങ്കിലോ, അടുത്തിരിക്കുന്ന ആളെ ചതിക്കാനും വയ്യ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലോ ഈശ്വര, ഒന്നും അറിയാൻ വയ്യ. ആ സമയായി, ആ താലിയെടുത്ത് വരന്റെ കൈ കൊടുക്ക, ആരോ പറയുന്ന കേട്ടു. ദാ കാർത്തി, സമയമില്ല, ഇപ്പൊ നിനക്കുള്ള അവസരം തീരും. നീ ഒന്ന് വിളിച്ചാ മതി, ഇപ്പൊ ഇറങ്ങി വരും. നിന്റെ വിളിയും കാത്ത ആ കണ്ണുകൾ ഇരിക്കുന്നു. മനസാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു. കാർത്തിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല. ഡാ നാറി, നീയായിട്ട് വിളിക്കണോ അതോ ഞാനായിട്ട് പറയണോ എന്ന് മനസാക്ഷി പറഞ്ഞിരുന്നതിന് മുമ്പേ നിർത്താൻ എന്നൊരു വിളി. ഓഡിറ്റോറിയം മൊത്ത വിളി മുഴങ്ങി. എല്ലാവരും വിളി കേട്ടെടുത്തേക്ക് നോക്കി, അനുൾപ്പെടെ. എന്താ കാർത്തി? ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്ത്? എന്നെ കൊണ്ട് കല്യാണം നിർത്തിച്ച് അവൻ മുങ്ങി. കാർത്തി ആരോടെന്നില്ല പറഞ്ഞു. ഈശ്വര, എല്ലാരും എന്നെയാണല്ലോ നോക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? അപ്പോഴത്തെ ഒരു ആവേശത്തിൽ വിളിച്ചും പോയി. കാർത്തി മനസ്സിൽ പറഞ്ഞു. എല്ലാവരും കാർത്തിയെ തന്നെ നോക്കി നിന്നു. പ്രഭ കാർത്തിയുടെ അടുത്തേക്ക് വന്നു. നീ എന്തിനാ ഇപ്പൊ നിർത്താൻ പറഞ്ഞ്? അത് ഞാൻ പിന്നെ കാർത്തി നിന്ന് വിക്കി. എന്തിനാ മോനെ നീ ഇപ്പൊ കല്യാണം നിർത്താൻ പറഞ്ഞ്? മുത്തശ്ശിയും ചോദിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ നേരെ ഇതേ ചോദ്യം ഉന്നയിച്ചു. അവന് ഉത്തരവില്ലായിരുന്നു. നിനക്ക് അവള് വേറെ ആരെയും കിട്ടുന്ന ഇഷ്ടമല്ലേടാ? പ്രഭ ചോദിച്ചു. കാർത്തി അല്ല എന്ന് തലയാട്ടി. നിനക്ക് അവളെ ഇഷ്ടാണോ മോനെ? മുത്തശ്ശി ചോദിച്ചപ്പോൾ അവൻ മൂളി. പിന്നെന്താ, അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞോ? അന്നൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് വേറെ ആരുടെ ആവാൻ പോകുന്നെന്ന് കേട്ടപ്പോ എവിടെയോ വിട്ടെടുക്കാൻ തോന്നിയില്ല. ഇത്രയും നാളെ എല്ലാത്തിനും കൂടുന്നപ്പോഴും തോന്നാതിരുന്ന എന്തോ ഒന്ന് ഈ കുറച്ച് ദിവസങ്ങളിൽ അവളില്ലാതിരുന്ന അവസ്ഥയിൽ എനിക്ക് തോന്നി. കാർത്തി തന്നെ മനസ്സിലുള്ളത് പറഞ്ഞു. നിനക്ക് മാത്രമേ ഈ ഫീലിംഗ് ഉള്ളോ അതോ അനുവിനുണ്ടോ? അതറിയില്ല. അനു, നിനക്കെന്താ പറയാനുള്ളത്? ഇവനെ പോലെ നിനക്കും? അത് കേട്ടത് അനു തലതാഴ്ത്തി. പറ. അത് എനിക്കവന് വിട്ടുപോകാൻ തോന്നില്ല, എന്ന് കൂടെ കാണാൻ തോന്നുന്നു. ഒരു നീണ്ട ശ്വാസം എടുത്ത് അനു പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്ക് രണ്ടുപേരെയും വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ല അല്ലേ? രണ്ടുപേരും ഇല്ല എന്ന് തലയാട്ടി. രണ്ടിനെയും നിൽപ്പുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട കാർത്തിയാനവും പന്തം കണ്ട പെരിച്ചാഴിയെ കണക്ക് നിന്നു. എന്നാലും എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? ജാനകി അനുവിന്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ വായിന്ന് ഇത് വരാൻ വേണ്ടി ഞങ്ങൾ കളിച്ചൊരു നാടകമല്ലേ ഇത്? ഇവിടെ കൂടി എല്ലാവർക്കും ഇക്കാര്യം അറിയാം. ഇതെല്ലാവരും കൂടി നടത്തിയ പ്ലാനാണെന്ന് പറഞ്ഞിട്ടും രണ്ടും ശ്വാസം പോലും വിടാതെ നിൽപ്പായിരുന്നു. എന്റെ പിള്ളേരെ, ഇനിയെങ്കിലും ശ്വാസം വിട്. എന്തായാലും ഇത്രയായി, ഇനി മാറ്റി വെക്കണ്ട. ഇപ്പൊ തന്നെ ഇവിടെ കെട്ടങ്ങ് നടത്താം, അല്ലേ അമ്മേ? ഇനി മാറ്റി വെക്കണ്ട. എല്ലാവരും ആ തീരുമാനത്തെ അംഗീകരിച്ചു. അങ്ങനെ കാർത്തി അനുവിന്റെ കഴുത്തിൽ താലി കെട്ടി. ഓ, ഇപ്പോഴത് സമാധാനമായത്, കാർത്തി അനുവിന്റെ ചെവിയിൽ പറഞ്ഞു. അതെന്താ? ഇനി സ്വസ്ഥമായിട്ട് പെമ്പിള്ളേര് വായി നോക്കാലോ. നീ കട്ട സപ്പോർട്ട് കാണല്ലോ, കാർത്തി കളിയായി പറഞ്ഞു നാക്ക് വായിലേക്ക് ഇട്ടതും അനു കൈമുട്ടവന്റെ വയറ്റിലേക്ക് കയറ്റിയത് ഒരുമിച്ചായിരുന്നു. അയ്യോ, നീ സാമുദ്രോയി, ഞാൻ നിന്റെ കെട്ടിയോനാ, അല്ല ചങ്കല്ല. അയ്യോ ആണോ? ഞാൻ അറിഞ്ഞില്ല. എന്നാലേ എന്റെ ഭർത്തി കേട്ടോ, ഞാനിപ്പോ യുവർ ഭാര്യയാണ്, അപ്പൊ സൂക്ഷിച്ച് എന്നും പറഞ്ഞ് കാർത്തിയുടെ കവിളിലും തട്ടി. നിന്നെ ഞാൻ എടുത്തോളാടി, കാർത്തി മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അവന്റെ ഭാര്യയായി തന്നെ അവന്റെ വീട്ടിലേക്ക് അനു കയറി. വൈകുന്നേരത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. അനുവിന് ഒരിക്കൽ പാലും കൊടുത്ത് കാർത്തിയുടെ മുറിയിലേക്ക് വിട്ടു. നാണം കലർന്ന മുഖമായി വരുന്ന അനുവിനെ കാത്തിരുന്ന കാർത്തിയുടെ മുറിയിലേക്ക് കൂളായി വരുന്ന അനുവിനെ കണ്ടതും കാർത്തി ഞെട്ടി. നീ എന്താണ് ഇങ്ങനെ വരുന്നേ? ഇതിനെന്താ കുഴപ്പം? അമ്മായിമാര് ഒരുക്കിയതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഡ്രസ്സിന്റെ കാര്യമില്ല, നീ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? നാണം കൊണ്ട് കണ്ണു കാണാതെ വരുന്ന പെണ്ണും കൈയും കെട്ടി ജനൽ വഴി പുറത്തേക്ക് നോക്കിക്കുന്ന ചെറുക്കനും. അയ്യടാ, കണ്ണടച്ച് വന്നിട്ട് വേണം ഞാൻ എവിടെയെങ്കിലും പെറുക്കി അടിച്ച് വീഴാൻ. പിന്നെ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ആ ജനലിന്റെ അവിടെ കൈയും കെട്ടി നിൽക്ക്. ഞാനിവിടെ നാണം കൊണ്ട് കളവരയ്ക്കാൻ ശ്രമിക്കാം. എങ്ങനെയുണ്ട്? എന്റെ തെറ്റ് തന്നെയാ, ഒരാവശ്യമില്ലായിരുന്നു, കാർത്തി മനസ്സിൽ പറഞ്ഞു. അല്ല, നീ എന്താ ചിന്തിക്കുന്നേ? അനുവിന്റെ നിൽപ്പണ്ട് ചോദിച്ചു. ഏയ് വെറുതെ, ഈ സിനിമക്കാരെയൊക്കെ തൂക്കി വിറ്റാലോന്ന് ആലോചിച്ചാ. അല്ല, പാലെന്തിയെ? ദാ കുടിച്ചോ. അല്ല, നീ എന്നോട്ടാ രാത്രി പാലുകൂടി തുടങ്ങിയേ? ഏയ്, ഇതൊരു ചടങ്ങല്ലേ, അതുകൊണ്ട്. ഓ അങ്ങനെ എന്നും പറഞ്ഞ് രണ്ടും പാലുടിച്ച് ഗ്ലാസ് മാറ്റി വെച്ചു. അല്ലടാ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ. അയ്യടാ, പൊരുമൻ ചാച്ചാ നോക്കിയേട്ടോ, എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ അനു കയറി കിടന്നു. ഡേഡി ദുഷ്ടേ, ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടി? അപ്പൊ നമ്മുടെ ഫസ്റ്റ് നൈറ്റും ഇല്ല ലാസ്റ്റ് നൈറ്റും ഇല്ല, മര്യാദ കിടന്നുറങ്ങാൻ നോക്കിയേക്കാ. ഡേ, നിനക്ക് ആദ്യ രാത്രി ശാപം കിട്ടുവടി. ഓ, അത് ഞാൻ സഹിച്ചു. ഡീ, ഞാൻ പാവല്ലടി, ഒരു ഉമ്മെങ്കിലും താ. ഒരു ഉമ്മ എന്നാ ഞാൻ അതിൽ പിടിച്ച് കയറും മോളെ, അല്ലെങ്കിൽ ഞാൻ കയറി കയറും, കാർത്തി മനസ്സിൽ പറഞ്ഞു. ഡാ, ഞാൻ കാര്യം ചോദിക്കട്ടെ? മുമ്പൊരിക്കലും മഞ്ജു എനിക്ക് ഉമ്മന്ന് എവിടെയാടാ? അത് കവിളില്, കാർത്തി ചിരിച്ചുകൊണ്ട് കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഉത്തരയോ? അതിൽ ലിപ്ലോക്ക്, കാർത്തി ചുണ്ടിൽ തടവിക്കൊണ്ട് പറഞ്ഞു. നാറി അവന്റെ ഒരു കിണി, സ്വന്തം ഭാര്യയ്ക്ക് ഉമ്മക്ക് ഒരു സ്ഥലം ബാക്കില്ല എന്നിട്ട് ചോദിച്ചപ്പോൾ ഉൾപ്പിലാക്കി എണിച്ചുകൊണ്ട് പറയുന്നു.
ഞാൻ ലൈറ്റ് അടച്ച് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങ് കിടന്നു. ലൈറ്റ് അണച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? എന്റെ ഉറക്കം പോയില്ലേ? ബിരിയാണി മുന്നിൽ കൊണ്ടുവച്ചിട്ട് നോക്കിയിരിക്കാൻ എന്റെ വിധി. കാർത്തി ആരോടൊന്നില്ല പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് നീ പിറീർക്കുന്നേ? അല്ല, ഈ കഥ എഴുതുന്ന മുതൽ എന്റെ കൈ കെട്ടിന്നെടുത്ത് ചവിട്ടി കൂട്ടിയാനേ. ഓ, നിന്റെ കയ്യിലിപ്പിന് ഇനി എഴുതുന്ന ആളെ പറഞ്ഞു. പിന്നെ ഞാൻ ആരെ പറയും? എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? നീ ആരോട് വേണേലും പറഞ്ഞോ, എന്നോട് പറയണ്ട. ഞാൻ ഉറങ്ങാൻ പോണു. അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഫ്ലൈയിങ് കിസും കൊടുത്ത് അവന് തിരിഞ്ഞിടന്നു. ആ സമയം കഥയിൽ ആരോ തട്ടി. ആരാ ഈ സമയത്തെന്ന് പറഞ്ഞ് കാർത്തി കഥ തുറന്നു. ആരാ മനസ്സിലായില്ല? ഞാൻ അർച്ചന, നിങ്ങളുടെ കഥ എഴുതുന്ന. ഓഹോ, നീയായിരുന്നോ? നിനക്കിത് എന്നാത്തിന്റെ കേടാ കൊച്ചേ? ഒരു ഉമ്മ പോലും തരാതെ എന്റെ ആദ്യ രാത്രി കൊളാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. അതിപ്പോ ഞാൻ എന്തായാലും അനുവിനെ നിനക്ക് കിട്ടിയില്ലേ? അത് മാത്രം നടന്നു. എന്റെ പൊന്നുമോളെ, നീ ഒന്ന് പോയിത്താ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ അവളോട് അടുക്കാൻ. ഇനി ഇറങ്ങിപ്പോലും ഞാനെടുത്തിട്ട് ചവിട്ടിക്കൂട്ടും എന്ന് പറഞ്ഞ് കഥക് വലിച്ചടച്ചു. ഈ മണ്ടനെ അറിയില്ലേ ഞാൻ എഴുതിയാലേ വല്ല നടക്കുള്ളൂ എന്ന്. എന്തായാലും അവൻ പരിശ്രമിക്കട്ടെ. വല്ലതും നടന്ന അവന് കൊള്ളാം, അല്ലെങ്കിൽ അവന് കൊള്ളും. എന്തായാലും ഞാൻ പോവേന്. ഈ കഥ അങ്ങനെ അവസാനിച്ച് അവര് സെറ്റായി.